ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഫൈക്കസ് ലിപ്സ്റ്റിക്കാണ്. ഇത് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ വേറെ പ്ലാന്റൊക്കെ. അപ്പോൾ ഇതിൻ്റെ കുറച്ച് പ്രൂണിങ്ങും വയറിങ്ങും ഒക്കെയാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കുറേ ട്രങ്കിൽ നിന്ന് കുറച്ച് ലീവ്സ്, റൂട്ട്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ആ ട്രങ്കിൽ നിന്ന് വന്ന റൂട്ട്സ് അതിനൊരു ഷേപ്പ്, നമ്മുടെ ടേപ്പറിങ്ങിനെയൊക്കെ ഒരു നെഗറ്റീവായിട്ട് ബാധിക്കും. അപ്പോൾ അത് കാരണം നമുക്ക് ആദ്യം ആ റൂട്ട്സൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കളയാം. ഇപ്പം നമുക്ക് ഈ റൂട്ടൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ശരിക്കും ട്രങ്ക് ബ്രാഞ്ചസ് എന്നല്ല, ട്രങ്കിൽ നിന്ന് ഡയറക്റ്റ് വന്നിട്ടുള്ള റൂട്ട്സാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കളഞ്ഞ് ബ്രാഞ്ചസൊക്കെ ഒന്ന് വയർ ചെയ്യാന്ന് വെച്ചാൽ ഇതൊരു കംപ്ലീറ്റ് ഷേപ്പിലാവാനുള്ള ബ്രാഞ്ചസ് ഒന്നും ഇതിനില്ല. പക്ഷേ ഉള്ള ബ്രാഞ്ചസ് നമുക്ക് സൈഡിലോട്ട് താഴോട്ടൊക്കെ ആക്കിയിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അതിന് മുന്നേ ഈ റൂട്ട്സൊക്കെ നമുക്കൊന്ന് റിമൂവ് ചെയ്ത് കളയാം. ഈ ട്രങ്കിൽ ഡയറക്റ്റ് വന്നിട്ടുള്ള റൂട്ട്സൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് വയറിങ്ങിലോട്ട് കിടക്കാം. ഇതിൽ താഴെ കുറച്ച് റൂട്ട്സ് ഉണ്ട്, അത് നമുക്കങ്ങനെ നിൽക്കട്ടെ. ബാക്കി ഇത്തിരി മുകളിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ആ റൂട്ട് വരുന്ന ഭാഗമൊക്കെ വണ്ണം കൂടുന്നുണ്ട്, അതിന് താഴെ വണ്ണം കുറവായിരിക്കും. അപ്പോൾ ആ ഒരു അവസ്ഥ മാറ്റി പ്ലാന്റിൻ്റെ ടേപ്പറിങ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോൺകേവ് വെച്ച് കട്ട് ചെയ്തിട്ട് ഒന്നുകൂടെ ഒന്ന് ലെവലാക്കി എടുക്കാം നമുക്കത്. ഇനി നമുക്കിത് വയർ ചെയ്യാം. ഇത് വയർ വെച്ചപ്പോൾ ഉള്ള നിലവിലുള്ള ബ്രാഞ്ചസ് ഒന്ന് ഷേപ്പ് ചെയ്യുന്നതേ ഉള്ളൂ. ഇതൊരു ഇനിഷ്യൽ വയറിംഗ് ആണ്. നമുക്ക് ഫ്യൂച്ചറിൽ ഇപ്പോൾ നമ്മൾ താഴത്തെ ഈ ബ്രാഞ്ചസൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാന്റിൻ്റെ ഒരു ടേപ്പറിങ്ങിന് വേണ്ടി നിർത്തുന്നേ ഉള്ളൂ. ഇത് ഇതൊക്കെ ഒരു സാക്രിഫൈസിങ് ബ്രാഞ്ച് തന്നെയാണ്, നമ്മളിപ്പോൾ ഈ വയർ ചെയ്യുന്ന ബ്രാഞ്ചൊക്കെ. അത് ഫ്യൂച്ചറിൽ അത് നമുക്ക് എടുത്ത് കളയേണ്ടതായിട്ട് വരും. എങ്കിലും തൽക്കാലം നമുക്കൊന്ന് വയർ ചെയ്യാം ആദ്യം. ഇപ്പോൾ വയർ ചെയ്തതിന് ശേഷം തന്നെ നമുക്ക് നോക്കിയിട്ട് ഏതെങ്കിലും കളയണം തോന്നുകയാണെങ്കിൽ അതും കളയാം. ഇപ്പോൾ ഇത് പ്ലാന്റ് ഒരു ഷേപ്പിലല്ലോ, ഇത് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ലിപ്സ്റ്റിക്കയുടെ ഒരു ചെറിയ കട്ടിങ്സ് വെച്ചിട്ട് അത് വളർത്തിയെടുത്തിട്ടുള്ള ഒരു പ്ലാന്റാണിത്. അതൊരു പോട്ടിൽ വെച്ചു എന്നല്ലാതെ വേറൊന്നും ചെയ്തിട്ടില്ല അതിനകത്ത്. ഇനി നമുക്ക് ശരിക്കും ഇവിടെ ഈ റൈറ്റ് സൈഡിൽ തന്നെ 2 ബ്രാഞ്ച് ഉണ്ട്. റൂൾ പ്രകാരം ഈ 2 ഇവിടെ നിർത്താൻ പറ്റില്ല, പക്ഷേ ഏത് കളയണം എന്നൊരു കൺഫ്യൂഷൻ. തൽക്കാലം നമുക്കിത് വെച്ചൊന്ന് വയർ ചെയ്യാം. വയർ ചെയ്തിട്ട് നോക്കിയിട്ട് നമുക്ക് ഇതിൽ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ 2 ബ്രാഞ്ചസിൽ ഏതെങ്കിലും ഒരെണ്ണം കളയാം. ഇപ്പോൾ അവിടെ നിൽക്കട്ടെ. ബാക്കിലോട്ടുള്ളൊരു ബ്രാഞ്ചാണ്. ഇതിൻ്റെ മെയിൻ പർപ്പസ് നമ്മൾ ഈ ഉള്ള ബ്രാഞ്ചസൊക്കെ ഒന്ന് വിടർത്തി എടുക്കുക എന്നുള്ളതാണ്. ബ്രാഞ്ച് സെലക്ട് ചെയ്യാനുള്ളൊരു കണ്ടീഷൻ പോലും ആയിട്ടില്ല. എന്നാൽ ഒരേ പോയിരുന്ന ഓപ്പോസിറ്റുള്ള ബ്രാഞ്ചസിൽ ഏതെങ്കിലും ഒരെണ്ണം റിമൂവ് ചെയ്യാൻ ഇപ്പം തന്നെ നമുക്ക് മനസ്സിലാവുന്നത് റിമൂവ് ചെയ്യാമെന്നല്ലാതെ ബാക്കി നമുക്ക് നെക്സ്റ്റ് സ്റ്റേജിൽ ചെയ്യാം. ഇതൊരു ഫോമൽ അപ്രൈറ്റ് സ്റ്റൈലിലോട്ടൊക്കെ ചെയ്യാൻ പറ്റുന്നതാണെങ്കിലും ഇത് നമുക്ക് കളയാം. ഒരുപാട് താഴെ നിന്നാണ് ഈ ഫൈക്കസ് ലിപ്സ്റ്റിക്ക്. അത്യാവശ്യം ഏരിയൽ റൂട്ട്സൊക്കെ വരുന്നതാണ്. നല്ല മഴക്കാലമൊക്കെ വരുമ്പം അത്യാവശ്യം റൂട്ട്സൊക്കെ നമുക്ക് കിട്ടും. ഇപ്പം നമ്മൾ ഈ വയർ ചെയ്യുന്ന ഇത് നമുക്ക് ഒരു ജൂൺ ജൂലൈ മഴയ്ക്ക് മുന്നേ റീവയറിങ് ചെയ്യേണ്ടത്. ഒന്ന് റിമൂവ് ചെയ്തിട്ട് ഈ ബ്രാഞ്ചിൽ നിന്നുള്ള സബ് ബ്രാഞ്ചസൊക്കെ ഒന്ന് വയർ ചെയ്തെടുക്കേണ്ടി വരും. അപ്പം ആ മഴക്കാലം വരുന്ന സമയത്ത് നമുക്ക് നല്ല ഏരിയൽ റൂട്ട്സ് കുറച്ച് കിട്ടും ഇതിന്ന്.
ഫ്രണ്ട്സ്, നമുക്ക് ഈ ഒരു ബ്രാഞ്ചൂടെ ചെയ്തിട്ട് വയറിങ് അവസാനിപ്പിക്കാം. ഇപ്പോൾ തന്നെ അത്യാവശ്യം കുറച്ച് ബ്രാഞ്ചസ് ആയിട്ടുണ്ട്. നമുക്കിതിൻ്റെ ടോപ്പിൽ നോക്കി അറിയാം, ലെഫ്റ്റ് സൈഡിൽ കുറച്ച് ബ്രാഞ്ചസ് കുറവുണ്ട്. അത് വരും. നല്ല മഴക്കാലമൊക്കെ വരുന്ന സമയത്ത് നല്ല വളമൊക്കെ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് നല്ല പുതിയ ബ്രാഞ്ചസൊക്കെ പൊട്ടിമുളച്ച് വരും. ഇതതിൻ്റെ ഫ്രണ്ടായിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഇതാണ് നമ്മളിപ്പോൾ ചെയ്ത് വെച്ചൊരു വർക്ക്. ഇത് ജസ്റ്റ് ഒരു ഇനിഷ്യൽ വയറിംഗ് ആണ്. ഇതിൻ്റെയൊക്കെ ഒരു കട്ടിങ്സ് എന്നുള്ള ഒരു പുതിയ പ്ലാന്റിൻ്റെ ആയിട്ടുള്ള പരിമിതികളൊക്കെ ഇതിനുണ്ട്. ഈ ബ്രാഞ്ചസൊക്കെ ഒന്ന് വളർന്ന് കുറച്ച് സബ് ബ്രാഞ്ചസൊക്കെ ആയി കുറച്ച് ഒഴിവാക്കേണ്ട ബ്രാഞ്ചസ് ഈ ലെഫ്റ്റ് സൈഡിൽ കണ്ടില്ലേ, 2 ബ്രാഞ്ചസ് ഒരുമിച്ചുണ്ട്. അതൊക്കെ റിമൂവ് ചെയ്ത് അതിൽ ഏത് കളയണം എന്നുള്ള തീരുമാനമൊക്കെ എടുത്ത് പുതിയ ബ്രാഞ്ചസും വന്നതിന് ശേഷം ഈ കളയാനുള്ളത് കളഞ്ഞ് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു 3-4 മന്ത്സ് കഴിഞ്ഞ് നമുക്കിതിൻ്റെ ഒരു പുതിയൊരു അപ്ഡേഷൻ വീഡിയോ ഇടാം. അതുവരെ വീണ്ടും കാണാം. ബൈ, താങ്ക് യു.